ഇന്ന് വീട് സെയിൽ ചെയ്യേണ്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട് ക്ലയൻറ്റ് വിളിച്ചതനുസരിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ളത് കയ്പമംഗലത്താണ്. കയ്പമംഗലം വഴിയമ്പലം സ്റ്റോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിനും കൊടുങ്ങല്ലൂരിനും മധ്യഭാഗത്തായിട്ടാണ് കയ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഈ വഴിയമ്പലം സ്റ്റോപ്പിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഏകദേശം 500 മീറ്റർ മാറിയിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. അത് കാറിൽ പോവുകയാണെങ്കിൽ വേറൊരു 2 വീലർ പോണ വഴിയുണ്ട്. ആ വഴിക്ക് പോവുകയാണെങ്കിൽ 250 മീറ്റർ നമ്മുടെ വീട്ടിലേക്കുള്ളൂ. ഇവിടെ ഒരു ബോർഡ് കാണാം, അയിരൂർ മഹാവിഷ്ണു ക്ഷേത്രം. ആ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NH66 ഇവിടെ ഫ്ലൈ ഓവറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബസ് ഇതെല്ലാം സർവീസ് റോഡ് വഴി വരുമ്പോൾ കറക്റ്റാ നമുക്ക് ഈ സ്റ്റോപ്പിൽ ഇവിടെ തന്നെ ഇറങ്ങാൻ പറ്റും. നമുക്ക് കാർ കൊണ്ടോ ബൈക്ക് കൊണ്ട് പോവുകയാണെങ്കിലും ഏത് ഡയറക്ഷനിലേക്ക് പോകാനായാലും ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഈ വീട്ടിലേക്ക് പോകാനായിട്ട് മൊത്തം 3 വഴികളുണ്ട്. അപ്പോൾ ഈ 3 വഴിയെ കുറിച്ച് പറയുന്നതിനേക്കാളും മുന്നേ നമുക്ക് ആദ്യം വീട് കണ്ടതിന് ശേഷം വഴികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. വീടിൻ്റെ എലിവേഷൻ വരുന്ന ഭാഗത്ത് കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ മാത്രം ബാക്കിയുള്ള വീട് ആദ്യ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു നിൽക്കുന്ന മാവിൻ്റെ കൊമ്പ്, പിന്നെ കാറ് ഇടാനായിട്ട് അടിച്ചിട്ടുള്ള ഷീറ്റ് ആ വീടിൻ്റെ എലിവേഷന് പ്രപ്പോർഷനായിട്ടുള്ള രീതിയിലല്ല അടിച്ചിട്ടുള്ളത്. ഈ 2 കാരണം കൊണ്ട് ചിലപ്പോൾ ആദ്യ കാഴ്ചയിൽ നമുക്ക് ആ വീട് നമ്മുടെ മനസ്സിലേക്ക് കയറിയെന്ന് വരില്ല. ഈ വീടുമ്പോൾ നിലവിലുള്ള കാർ പോർച്ചിൻ്റെ ഷീറ്റ് ഇളക്കി കളഞ്ഞ് അതിൻ്റെ എലിവേഷനിൽ കാണുന്ന ഭാഗത്ത് ബാക്കിയുള്ള ഓട് പതിക്കുന്ന, അതായത് ക്ലാഡിങ്, ആ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാവിൻ്റെ കൊമ്പൊക്കെ ഇറക്കി വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഈ വീട് കാണാനായിട്ട് ഏകദേശം ഈ 3Dയിലുള്ളതുപോലെ ആയിരിക്കും. വാസ്തുശാസ്ത്രപ്രകാരം പ്ലാൻ വരച്ച് നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് തെക്ക് ഭാഗത്തേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എലിവേഷനിൽ കുറച്ച് ഫിനിഷിംഗ് വർക്ക് ബാക്കിയുണ്ട്, ക്ലാഡിങ് വർക്ക്, അതായത് ഓട് ഒട്ടിക്കാനുണ്ട് എന്നുള്ളത്. ആ ഫിനിഷിംഗ് വർക്ക് ഓട് ഒട്ടിച്ച് വാട്ടർ കട്ടിങ് കൊടുക്കാത്തത് കൊണ്ടുള്ള ചെറിയൊരു നനവാണ്. അതായത് മഴവെള്ളം ഒഴുകി പോകുമ്പോൾ വാട്ടർ കട്ടിങ് കൊടുത്തില്ലെങ്കിൽ വെള്ളം മടങ്ങി വരും. അത് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞു പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. പക്ഷേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള ആ ചിന്തേനെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ ഉള്ളിലെ സ്പേസിങ് എന്ന് പറയുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ലിവിങ്ങും ഡൈനിങ്ങും കൂടിയിട്ടുള്ള നല്ലൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. എന്ത് ഫങ്ഷൻ നമ്മുടെ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ നല്ലൊരു വലിയൊരു TV സെറ്റ് ചെയ്യാനും ഇതിനൊക്കെയുള്ള സ്പേസുള്ള നല്ലൊരു ഹാളാണത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നമുക്ക് നല്ലൊരു ബീം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിനി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഫ്ലോറും കൂടി എടുക്കുകയാണെങ്കിലും സ്ട്രക്ചറിൽ നല്ല സ്ട്രെങ്തൻ ചെയ്തിട്ട് തന്നെയാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ പ്ലാന് ഇതിനോടൊപ്പം തന്നെ വരച്ചിട്ടുണ്ട്. ആ മുകളിലത്തെ നില എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ 3D കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. ഇവിടെ നോക്കുമ്പോൾ ഒരു കോമൺ ടോയ്ലറ്റ് കാണാം, മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കാണാം. ഇവിടുന്ന് നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 2ഉം മാസ്റ്റർ ബെഡ്റൂം സൈസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നോക്കുമ്പോൾ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലൊരു വാൾഡ്രോബ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വേറൊരു ഫിക്സ്ഡ് വാൾഡ്രോബ് വേറെയും കാണാം. ഇത്രയൊക്കെ വാൾഡ്രോബ് അലമാരി ഇതൊക്കെ ഇട്ടിട്ടും ആ റൂമിലെ സ്പേസ് കണ്ടാൽ നമുക്ക് ആ റൂമിൻ്റെ വലുപ്പം മനസ്സിലാവും. അതുപോലെ തന്നെ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനിൽ ചെയ്തിട്ടുള്ള ബാത്റൂമാണ്. നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ച് വീണ്ടും ഹാളിലേക്ക് പോയിട്ട് അടുത്ത റൂമിലേക്ക് നമുക്ക് പോവാം. 2ാമത്തെ റൂം എന്ന് പറയുന്നതും ഇതേ സ്പെക്കിലുള്ള റൂം തന്നെയാണ്, ഇതേ സൈസുള്ള റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ വാൾഡ്രോബ് ഉണ്ട്, വേറെ അലമാരകൾ വേറെ ഇട്ടുണ്ട്. 2 കോട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ടുണ്ട്, ഈ റൂമിലിട്ടുണ്ട്. എന്നിട്ടും സ്പേസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം എത്രയുണ്ടെന്നുള്ളത്. ഇതിൻ്റെ ബാത്റൂം നോക്കാം നമുക്ക്. ഇതും സിംഗിൾ പീസ് ക്ലോസറ്റ്
ബ്രാൻഡഡ് ക്ലോസറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു ബാത്റൂമാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ അടുക്കളയുടെ വശത്തേക്ക് പോവാം. ഈ വാഷ് ബേസിൻ്റെ ഏരിയ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഡൈനിങ് സ്പേസിൽ നിന്ന് നല്ലൊരു മാറിയിട്ടാണ് ഒരു പ്രൈവസി ഉണ്ട് വാഷ് ബേസിന്. അടുക്കളയിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ നോർമലായിട്ടുള്ള സ്ലാബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ പുകയില്ലാത്ത അടുപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ പുറകിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ആ മതിലിൻ്റെ അവിടെ വരെയാണ് നമ്മുടെ അതിർത്തി വരുന്നത്. പക്ഷേ പുല്ല് പിടിച്ച് കിടക്കണ കാരണം നമുക്ക് വലിയ സ്പേസ് തോന്നില്ല. അലക്കുകല്ലുണ്ട്, പിന്നെ ബോർവെല്ലാണ് ഇതിൽ. വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥാനം നോക്കിയിട്ട് ബോർവെല്ല് അടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നീട് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു നിലയും കൂടി മുകളിലേക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ പ്ലാൻ വരച്ചിട്ടുണ്ടെന്നൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഭിത്തിയെല്ലാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വളരെ നല്ല സ്ട്രക്ചറാണ്, ഒരു ക്രാക്ക് പോലും വീണിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഒരു നില എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ. രണ്ട് നില എടുക്കുമ്പോൾ നമ്മുടെ വീട് എങ്ങനെ വരും എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണിക്കുന്ന പിക്ചർ. നമുക്ക് രണ്ട് നില എടുക്കുകയാണെങ്കിൽ ഏകദേശം വീട് ഇതേ ഒരു എലിവേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വീട്ടിലേക്ക് വരാനായിട്ട് നമുക്ക് 3 ആക്സസ്, അതായത് 3 വഴിയുണ്ട് എന്നുള്ളത്. അതിൽ ആദ്യത്തെ നടവഴിയാണിത്. ആ വെള്ളം അതിൽ കാണുന്നതാണ് ടാറിങ് റോഡ്. ആ വഴിക്ക് നമുക്ക് ബസ് കയറാൻ പോവുകയാണെങ്കിൽ ഏകദേശം 300 മീറ്റർ നടക്കണം, അതായത് ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമാണ് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത്. ആ സ്റ്റോപ്പിനെ പനമ്പിക്കുന്ന് സ്റ്റോപ്പ് എന്നാണ് പറയാം. അതായത് വഴിയമ്പലം സ്റ്റോപ്പിൻ്റെ അടുത്ത സ്റ്റോപ്പാണത്. അവിടുന്ന് വില്ലേജ് രേഖയിലും ആധാരത്തിലും ഉള്ള നടപ്പവകാശമുള്ള വഴിയാണ് ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുള്ള സ്ഥലങ്ങളും അതിർത്തികളൊക്കെ ഒന്ന് കാണാം. ഇത് നമ്മൾ കയറി വരുന്ന വഴി, വീടിൻ്റെ മുമ്പിലത്തെ മതിൽ, ഈ സ്നേഹമതിലിൻ്റെ ആ എൻഡ് വരെ നമ്മുടെ സ്ഥലമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ടിപ്പർ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഓടിക്കാനുള്ള സ്ഥലം നമുക്കുണ്ട്. അവിടുന്ന് നേരെ കാണുന്ന ഷെഡിൻ്റെ സൈഡിലൂടെയാണ് അതിർത്തി പോണത്. അപ്പോൾ നമുക്കിതിപ്പോൾ മതിലൊന്നും കെട്ടാത്തത് കൊണ്ടും പുല്ല് വലിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ സ്ഥലം നമുക്ക് മനസ്സിലാവാത്തത്. ഇനി നേരെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ കാണാം, പുറകിലത്തെ ആ മതിൽ, അതാണ് അതിർത്തി വരുന്നത്. ഒരു അമ്മിക്കല്ലൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മൊത്തം 16 സെൻറ്റാണ് നമുക്ക് ഈ സ്ഥലം മേടിക്കണമെങ്കിൽ ഞങ്ങളുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കിട്ടുക. അതിൽ 2.5 സെൻറ്റ് സ്ഥലം ഇവർ എക്സ്ട്രാ മേടിച്ചുള്ളതാണ്. അപ്പോൾ വീടിരിക്കുന്ന പറമ്പ് 14.5 സെൻറ്റും 13.5 സെൻറ്റ് വീടിരിക്കുന്നത്, 2.5 സെൻറ്റ് വഴി മേടിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 16 സെൻറ്റാണ്. ഇതാണ് ഈ സൈഡിലത്തെ അതിർത്തി വരുന്നത്. നമുക്ക് ആ വഴിയുടെ ഭാഗത്തേക്കൊന്ന് മേടിച്ച വഴിയൊന്ന് കണ്ടിട്ട് വരാം. ഈ വഴി 3.5 മീറ്റർ വീതിയിലാണ് മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 16 സെൻറ്റ് സ്ഥലം. ഇവിടുത്തെ മാർക്കറ്റ് വില ഞാൻ അന്വേഷിച്ചപ്പോൾ 3 ലക്ഷം രൂപ ഒരു സെൻറ്റിന് വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 40 ലക്ഷം രൂപയ്ക്ക് ഇവർ വീട് സെയിൽ ചെയ്യാന്ന് പറയണതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ രീതിയിൽ ഈ വീട് സെയിലാവാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ കുറച്ച് കൊടുക്കുന്നത്. ഈ വീടിൻ്റെ സമീപത്ത് ഒരു വീടുണ്ട്. ആ വീട് ട്രഡീഷണൽ ടൈപ്പാണ്. ആ വീട് കണ്ടിട്ടാണ് അവർ അതേ പ്ലാനിൽ ട്രഡീഷണൽ ടൈപ്പിലാണ് ആ റൂഫ് ചെയ്തിട്ടുള്ളത് അവിടെ. പക്ഷേ ഈ വീടിൻ്റെ ഭംഗി കിട്ടാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ എലിവേഷനിൽ ആ ടൈൽ ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ വീടിന് ആ ഭംഗി കിട്ടാഞ്ഞത്. നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ വഴി, അതായത് നേരത്തെ കാണിച്ച സ്ഥലം തന്നെയാണിത്, വഴിയമ്പലം സ്റ്റോപ്പ്. ഈ വഴിയമ്പലം സ്റ്റോപ്പിൽ നിന്ന് 600 മീറ്ററിൻ്റെ താഴെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഈ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്ക് തിരിയണം. ഈ വഴിയിൽ കിടക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് എന്തൊരു ഹോസ്പിറ്റലാണ്.
ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോയി റൈറ്റ് തിരിയണം. ഞാൻ ഈ വഴിയുടെ വീഡിയോ അധികം കട്ട് ചെയ്യാണ്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടുവരുന്ന ആർക്കാണെങ്കിലും ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചാലും ഈ വീഡിയോ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ വീട്ടിലെത്തിപ്പെടാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലാഗ് ചെയ്യണത് വീഡിയോയിൽ. ഇപ്പം നമ്മൾ റൈറ്റ് തിരിഞ്ഞ വഴിയാണിത്. മെയിൻ റോട്ടിൽ നിന്നൊരു 50 മീറ്റർ, ഞാൻ വളരെ പതുക്കെയാണ് കാർ ഓടിച്ച് പോണത്. 50 മീറ്റർ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ വലിയൊരു ഗേറ്റ് കാണാം. അതൊരു വളവാണ്. ഇപ്പോൾ ഈ വരുന്ന വഴി പേവിങ് ടൈൽ വിരിച്ചിട്ടുള്ള വഴിയാണ്. ആ വഴിയിൽ നിന്ന്, ആ കർവിൽ നിന്ന്, ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം. അതൊരു കോൺക്രീറ്റ് റോഡാണ്. ഈ വഴി എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് എൻഡ് വഴിയാണ്. അതായത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവസാനിക്കുകയാണ്. ഏകദേശം ഒരു 10-15 വീട് മാത്രമാണ് ഈ വഴിയിലുള്ളത്. ഈ വഴി 1.5 യൂണിറ്റ് ടിപ്പർ പോണ വഴിയാണ്. പുല്ല് കയറി കിടക്കുന്നതുകൊണ്ടാണ് വീതി കുറവ് തോന്നുന്നത്. എന്നിരുന്നാലും നമുക്ക് മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞില്ലേ, ആ വഴി റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ഈ റോഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നേരെ നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക്, ഇപ്പം നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വഴി കൂടെ വരുന്നത്. മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചും കൂടി ഈ റൈറ്റ് തിരിയാണ്ട് കുറച്ചും കൂടി മുമ്പിലേക്ക് പോയിട്ട് റൈറ്റ് തിരിയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള വഴിയിലേക്ക് ആ റോഡ് കണക്റ്റ് ആവും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്ഥലം ഇപ്പോൾ അക്വയർ ചെയ്ത് ഇട്ടിട്ടുള്ളൂ. ഇത് ചെയ്യാനുള്ള ഫണ്ട് ഓൾറെഡി പാസ്സായതിൻ്റെ പഞ്ചായത്തിൽ നിന്ന്. അടുത്ത സാമ്പത്തിക വർഷം എന്തായാലും ഈ റോഡിൻ്റെ ടാറിങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് നേരെ ടാറിങ് റോട്ടിൽ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരാം. നമ്മുടെ ഗേറ്റ് ഇവിടെയാണ് വരിക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ വീട്ടിലേക്കുള്ള വഴി കുറച്ച് ചെളിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഈ സംഭവം ഒരു 2-3 ട്രിപ്പ് ബിൽഡിംഗ് വേസ്റ്റ് അടിക്കേണ്ട കാര്യമുള്ളൂ. അത് ഒരു 10,000-15,000 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഈ ചെളിയുടെ പ്രശ്നം നമുക്ക് മാറി കിട്ടും. ചെളി ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കാറോ ബൈക്കോ കൊണ്ട് പോവാം. വണ്ടി അവിടെ താഴില്ല. പിന്നെ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു വെള്ളക്കെട്ടുള്ള സ്ഥലമാണോന്ന്. പക്ഷെ അത് റോഡ് താന്ന് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ആ ചെളി നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിയിലോ ഒരിക്കലും വെള്ളക്കെട്ട് ഉണ്ടാവാറില്ല. ഇതൊക്കെയാണ് ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ വീട് ആദ്യമായിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നമുക്കൊരു 13 സെൻറ്റ് സ്ഥലം ഉണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന വീടാണ്. മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിൻ്റെ പുറമത്തെ മാത്രം കുറച്ച് ഫിനിഷിങ് വർക്കുള്ളൂ. ആ ഫിനിഷിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട് നല്ല ഭംഗിയുള്ള പുതിയൊരു വീട് മാതിരി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിലയും ഇപ്പോൾ ഒരു 1300 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് ഈ കണ്ടീഷനിൽ പണിയാനുള്ള കാശും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന് പറയണ 40 ലക്ഷം രൂപ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ഡീലാണ്. ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 300 മീറ്റർ മാറിയിട്ടാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത്. സൂപ്പർ മാർക്കറ്റ്, അക്ഷയ, മെഡിക്കൽ സ്റ്റോർ, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടും. കയ്പമംഗലത്തിനെ കുറിച്ച് പിന്നെ കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചാവക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് വാല്യൂ കൂടുതലുള്ളൊരു ഏരിയയാണ് കയ്പമംഗലം എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ഥലത്തിൽ നിന്ന് ഇത്ര കിലോമീറ്റർ മാറി സ്കൂളുണ്ട്, പള്ളിയുണ്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നിയറസ്റ്റ് സംഭവങ്ങളും സെർച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ. എന്നിരുന്നാലും ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും നല്ല ഹോസ്പിറ്റലുകൾ, നല്ല പള്ളികൾ, അമ്പലങ്ങൾ, മോസ്ക്, ഇതെല്ലാം ഈ വീടിൻ്റെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കുണ്ട്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.